കേന്ദ്ര സർക്കാരിനെയും ഭരണകൂടത്തെയും അമ്പരപ്പിച്ചുകൊണ്ട് 10,000-കണക്കിന് യുവാക്കൾ ഡൽഹിയിൽ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികൾക്കും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂറ്റൻ പ്രതിഷേധ മാർച്ച്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ തടയാൻ വൻ പോലീസ് സേനയും അർദ്ധസൈനിക വിഭാഗവും ജനതാ മന്ദിറിലും പാർലമെന്റ് പരിസരത്തും കനത്ത ബാരിക്കേഡുകൾ ഉയർത്തി നിലയുറപ്പിച്ചിരിക്കുകയാണ്. പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങളും തടസ്സങ്ങളും മറികടന്ന് നൂറുകണക്കിന് പ്രതിഷേധക്കാർ പാർലമെന്റിന് തൊട്ടടുത്തുള്ള മേഖലകളിലേക്ക് വരെ എത്തിയത് സുരക്ഷാ ഏജൻസികളെ പ്രതിരോധത്തിലാക്കി. ദില്ലി പോലീസിന്റെ അനുമതിയില്ലാതെയാണ് മാർച്ച് സംഘടിപ്പിച്ചതെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പിന്നോട്ടില്ല എന്നുമാണ് മനസ്സിലാക്കുന്നത് സമരക്കാർ. 4 തവണ പോലീസുകാർ സമരക്കാർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി. വലിയ സമരമായി CJPയുടെ സമരം മാറുകയുമാണ്. അതിനിടെ ധർമ്മേന്ദ്ര പ്രധാൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരം. പാർലമെന്റിലാണ് കൂടിക്കാഴ്ച. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ സോനം വാങ്ചുക്കിനെ പോലീസ് ബലപ്രയോഗത്തിലൂടെ ആശുപത്രിയിലേക്ക് മാറ്റിയതാണ് ശനിയാഴ്ച മുതൽ പ്രതിഷേധം അതിരൂക്ഷമാക്കിയത്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നടത്തിവന്ന നിരാഹാര സമരത്തിന്റെ 21ാം ദിവസമാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലാക്കിയത്. എന്നാൽ ആശുപത്രി കിടക്കയിലും താൻ ഉപവാസം തുടരുകയാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ മുഖാന്തരം അദ്ദേഹം വ്യക്തമാക്കി. വാങ്ചുക്കിനെതിരെ ഉണ്ടായി പോലീസ് നടപടി രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെയും യുവാക്കളെയും പ്രകോപിപ്പിക്കുകയും അവർ വൻതോതിൽ ഡൽഹിയിലേക്ക് ഒഴുകിയെത്താൻ കാരണമാവുകയും ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിനെതിരെ അടുത്ത കാലത്ത് ഡൽഹി കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൊന്നായി ഇത് മാറിയിരിക്കുകയാണ്. പ്രതിഷേധം അടിച്ചമർത്താൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കും കാലിനും പരിക്കേറ്റ പ്രതിഷേധക്കാർക്ക് പ്രതിഷേധ സ്ഥലത്ത് തന്നെ സന്നദ്ധ ഡോക്ടർമാരുടെ സംഘം പ്രാഥമിക ശുശ്രൂഷ നൽകി. ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ചിലരെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി സമീപത്തെ ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ക്രൂരമായ ലാത്തിച്ചാർജാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണമായതെന്നും പരിക്കേറ്റവർ പറയുന്നു. ഇത്തരം വലിയ ജനരോഷം ഉയർന്നതോടെ പ്രശ്നത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരായി. CJP വക്താവ് സൗരവ് ദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നു. തങ്ങളുടെ ആവശ്യങ്ങളടങ്ങിയ കത്ത് കൈമാറിയതായും വിഷയത്തിൽ സർക്കാരിനുള്ളിൽ അടിയന്തര ചർച്ച നടത്താമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും സമര നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പേരിലെ വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ കക്ഷിയല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെയും ഇന്ത്യയിലെ യുവാക്കളുടെയും കൂട്ടായ്മയാണ്. രാജ്യത്തെ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ അഭിജിത് ദീപ്കെ എന്ന പ്രവർത്തകൻ തുടക്കമിട്ട സോഷ്യൽ മീഡിയ പ്രചരണമാണ് പിന്നീട് ഈ കൂറ്റൻ പ്രസ്ഥാനമായി വളർന്നത്. തൊഴിൽ രഹിതരായ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പ് നടത്തിയ വിവാദ പരാമർശത്തിൽ നിന്നാണ് ഈ പ്രസ്ഥാനത്തിന് കോക്രോച്ച് എന്ന പേര് ലഭിക്കുന്നത്. പരസ്യ വിമർശനങ്ങളെ തുടർന്ന പരാമർശം പിൻവലിച്ചെങ്കിലും എത്ര അടിച്ചമർത്തിയാലും തിരിച്ചു വരുന്ന പാറ്റ എന്ന ജീവിയുടെ അതിജീവന ശേഷിയെ തങ്ങളുടെ പ്രതിരോധത്തിന്റെ അടയാളമാക്കാൻ യുവാക്കൾ തീരുമാനിക്കുകയായിരുന്നു. കളിയാക്കലിലൂടെ തുടങ്ങിയെന്ന് ഭരണകൂടത്തെ നടുക്കുന്ന വൻ ശക്തിയായി മാറിയ വിദ്യാർത്ഥി മുന്നേറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു പുതിയ അധ്യായത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെതിരെ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിൽ അടുത്ത കാലത്ത് കണ്ടുള്ള പ്രതിഷേധങ്ങളിൽ ഏറ്റവും വലിയ സമരമായി ഇത് മാറിയിരിക്കുകയാണ്.